അതെ, അരുതാത്ത ചില മോഹങ്ങളുണ്ടെങ്കിലേ അത് മുളയിലെ നുള്ളിക്കളയണം. എച്ചിൽ പാത്രം കഴുകാൻ LLB എക്സാം പാസ്സാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ 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 അതെ, അത് ഐശ്വര്യ കുഞ്ഞു പറഞ്ഞതിൽ കാര്യമുണ്ട്. അടുക്കള പണിക്ക് LLBയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ലോ. നന്നായിട്ട് സോപ്പിട്ടൊന്ന് വടിച്ചാ പോരെ. അവള് വക്കീൽ പരീക്ഷ പാസ്സായി വന്നാലേ പിന്നെ വാദിക്കാനും ജയിക്കാനൊക്കെ ശ്രമിക്കും. ഒടുവില് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആവും. അതെ, അത് പറയാനാ ഞാൻ തുടങ്ങിയേ. കുഞ്ഞുങ്ങൾക്ക് അറിയാന്ന് തോന്നുന്നു ആ കഥ. പണ്ട് ഒരു രാക്ഷസനെ സാക്ഷാൽ പരമശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ചുളുവിൽ ഒരു വരം അങ്ങ് ഒപ്പിച്ചെടുത്തു. അവൻ ആരെ തൊട്ടാലും അവരാ നിമിഷം തന്നെ പൊടിഞ്ഞു ഭസ്മമാകണമെന്ന്. പരമശിവൻ ആ രാക്ഷസന് വരം കൊടുക്കുകയും ചെയ്തു. പരമശിവന്റെ വരം കിട്ടിയപ്പോ പത്മാസുരന്റെ ആ രാക്ഷസന് അഹങ്കാരം കൂടി. ശിവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ വരം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അതേ അവസ്ഥയായി പോകും കുഞ്ഞോളെ നിനക്കും. ഇവിടെ വരം കിട്ടാതെ തന്നെ ആരെ ഭസ്മമാക്കണമെന്ന് പറഞ്ഞു നടക്കിയ ചിലരൊക്കെ. കുഞ്ഞോളെ, നിലയ്ക്ക് നിർത്താനുള്ളവരെ നിലയ്ക്ക് നിർത്തണം. ഇല്ലെങ്കിലേ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. ഇവിടെ ആരും ആർക്കും ഒരു വരവും കൊടുക്കാൻ പോകുന്നില്ല. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ ഈ രമാദേവിക്ക് അറിയാം. യൂണിഫോം വരെ തെച്ചുവെച്ചെന്നാ ഞാൻ കേട്ടത്. ഇനിയും സമയം കാലവും നോക്കിയിരുന്നാലേ സംഗതി കൈവിട്ടുപോകും. കുഞ്ഞോളെ, ഇതിന്റെയൊക്കെ പിന്നിൽ ജയരാമൻ അളിയനാണെന്നൊരു സംശയം. ഞാനേ അളിയനെ ഒന്ന് ഉപദേശിച്ചാലോ? കടിക്കുന്ന പാമ്പിനെ എടുത്ത് കോണ അയലിടരുതെന്ന് പറയാലോ. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഇവള് മറ്റവൾക്ക് തോട്ടി വെച്ചതാണെങ്കിലും പറഞ്ഞതിൽ കഴമ്പുണ്ട്. അവൾ ഒരിക്കലും LLB പഠിക്കാൻ പോവാതെ കുഞ്ഞോട് നോക്കണം. അതിന്റെ കൂട്ടത്തിലേ